ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗ്രേഷ്മ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ചിമ്മിനി ഡാം കാണാൻ പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വനത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് വരുന്നവർക്ക് ഇവിടം വളരെയധികം നല്ലൊരു ദൃശ്യ ഭംഗി തന്നെയാണ് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ചിമ്മിനി ഡാമിലേക്ക് എത്തി. അപ്പോൾ ശരിക്കും പറഞ്ഞത് തൃശ്ശൂരിൽ നിന്നും 40 കിലോമീറ്റർ ദൂരെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞാൽ ഒരു 20 രൂപയാണ് അവർക്ക് എൻട്രി പാസ്സായിട്ട് ഈടാക്കുന്നത്. അതുപോലെ വാഹനങ്ങൾക്ക് 4 വീലർ ആണെങ്കിൽ 100 രൂപയാണ് അവർ ഈടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പാസ്സൊക്കെ എടുത്ത് അകത്തേക്ക് കടന്നു. അപ്പോൾ വളരെ ഭംഗിയുള്ളൊരു പ്രദേശം തന്നെയാണിത്. ശരിക്കും വനസൗന്ദര്യം കാണണമെങ്കിൽ അത് ഇവിടേക്ക് തന്നെ വരണം കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1984 ശരിക്കും ചിമ്മിനി ഡാം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മണ്ണ് കൊണ്ടാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതരത്തിലുള്ള മൃഗങ്ങളെയും ഇവിടെ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷി മൃഗാദികൾ, അതുപോലെ ചിത്രശലഭങ്ങൾ, അങ്ങനെ വിവിധ സസ്യജന്തു വർഗ്ഗങ്ങൾ തന്നെയാണ് ഇവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഞാനപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആനേനൊക്കെ കാണുന്നു പ്രതീക്ഷിച്ചു, പക്ഷേ കണ്ടില്ല. കാരണം ഞങ്ങൾ ഉച്ചയ്ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, ഒരു 12 മണിയൊക്കെയായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ അത് കാരണം നല്ല ചൂടായിരുന്നു. പക്ഷേ ഇതിനുള്ളിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ആ ഒരു ചൂടിൻ്റെ ആധിക്യം ശരിക്കും നമുക്ക് എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം നല്ല കൂളിംഗ് ആണ് കേട്ടോ ഇവിടെ, കാരണം മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമല്ലേ. പിന്നെ ഞാനപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ആരംഭിച്ചു. പക്ഷേ എനിക്ക് മൃഗങ്ങളെയൊക്കെ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ കാണാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ആ വിഷമത്തിൽ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മരത്തിൽ കുറേ കുരങ്ങുകളെ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ ഫോട്ടോ ഒന്ന് എടുക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് കരുതിയപ്പോൾ നടന്നില്ല. പക്ഷേ എന്നാലും ഓരോ ആക്ഷൻസൊക്കെ കാണിച്ചപ്പോൾ ഒരു കുരങ്ങിൻ്റെ ഫോട്ടോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടോ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവസാനം ഡാമിലേക്ക് എത്തി. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ എൻ്റെ ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമായി വെള്ളം കണ്ടപ്പോൾ. അപ്പോൾ മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതിൻ്റെ ഒരു വശത്തായിട്ട് സ്റ്റെപ്പ് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ സ്റ്റെപ്പിലൂടെ മുന്നോട്ട് പോവുകയാണ്. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഫോട്ടോ എടുക്കാനായിട്ട് പറ്റില്ല. അപ്പം ഞങ്ങൾ ഷട്ടറിനടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ 4 ഷട്ടറും തുറന്നിട്ടിട്ടുണ്ട്. അതുപോലെ ആളുകൾ ഇഷ്ടംപോലെ വന്നും പോയി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നല്ലൊരു ട്രിപ്പ് തന്നെയായിരുന്നു ഇത്. കാരണം വെയിലുണ്ടായിരുന്നു എന്നിരുന്നാലും വെള്ളത്തിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ, വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു കൂളിംഗ് അന്തരീക്ഷവും നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇവിടെ നിന്ന് തന്നെ ചെറുകിട രീതിയിലൊക്കെ വൈദ്യുതി ഉൽപ്പാദനവും നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഷട്ടറിൻ്റെ അവിടെ കുറച്ച് നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. നല്ല രസമാണ്, കുറച്ച് നേരം നല്ല രസമാണ് അവിടെ ഇരിക്കാനായിട്ട്. നല്ല കൂളിംഗ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അതിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ നല്ലൊരു റൈഡിന് ശേഷം ഞങ്ങൾ അതിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് പോകുന്നത്. എന്നാലാണ് നമുക്ക് അതിൻ്റെ ജലാശയമൊക്കെ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വെള്ളം ഇങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. നല്ല രസമാണ് കാണാനായിട്ട്. പക്ഷേ നല്ല വെയിലുണ്ട്, എന്നാൽ പോലും ആ നല്ല തണുത്ത കാറ്റ് തന്നെ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഡാമിൻ്റെ മുൻവശത്തേക്കായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, നല്ല കുറച്ചും കൂടി വെള്ളത്തിനടുത്ത് നിന്ന് തന്നെ നമുക്കതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് പറ്റും. അങ്ങനെ അതുപോലെ തന്നെ ഊഞ്ഞാലുകൾ, അതുപോലെ കൊട്ടവഞ്ചികൾ, അതുപോലെ ബോട്ട്, ഇതിനൊക്കെയുള്ള ട്രാവൽ ചെയ്യാനുള്ള സൗകര്യവും നമുക്കിവിടെ ഏർപ്പാട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ കയറിയില്ല, കാരണം ഉണ്ണിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് കയറിയില്ല. പക്ഷെ ഉണ്ണിക്ക് വിഷമം വേണ്ട എന്ന് കരുതുകൊണ്ട് ഊഞ്ഞാൽ മാത്രം ആടിട്ടോ. അപ്പം ധാരാളം ആളുകൾ വന്നും പോയി കൊണ്ടിരിക്കുകയാണ്, വീഡിയോ പിടിക്കുന്നുണ്ട് ചില ആളുകൾ. അങ്ങനെ നല്ലൊരു ട്രിപ്പ് തന്നെയായിരുന്നു ഇത്. വളരെയധികം സന്തോഷത്തോടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിപ്പ് തന്നെയാണിത്. കുട്ടികൾക്ക് ഊഞ്ഞാലാടാനുള്ള സൗകര്യവും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ചെന്നത് നക്ഷത്ര ഉദ്യാനത്തിലേക്കാണ്. അവിടെ പലതരത്തിലുള്ള ചിത്രശലഭങ്ങളും അതുപോലെ പലതരത്തിലുള്ള പക്ഷി മൃഗാദികളുടെയൊക്കെ സംരക്ഷണ കേന്ദ്രമാണ് ഇവിടം.
അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് സന്ദർശനമൊക്കെ നടത്തി. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകിച്ച് നക്ഷത്ര വനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാളുകളുടെ പേരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൃക്ഷങ്ങളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള പ്രത്യേകതകളും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ലൊരു ട്രിപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ആളുകൾ അപ്പോഴാണ് ശരിക്കും വരുന്നത്. കാരണം രാത്രി ഭംഗി എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണല്ലോ. അങ്ങനെ ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ വീട്ടിലോട്ട് തിരിച്ചു പോന്നു. അങ്ങനെ നല്ലൊരു സായാഹ്നം തന്നെയായിരുന്നു ഇത്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.